ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കടന്നു അതിലേക്ക്. ഞാൻ ഈ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. പോലീസ് സ്റ്റേഷനുകളിൽ ഒരിക്കൽ പോലും പാവങ്ങളെ ഇതുപോലെ മർദ്ദിച്ച് അവശരാക്കരുതെന്നുള്ള നിർദ്ദേശങ്ങൾ നിരവധിയായ നിർദ്ദേശങ്ങളുള്ളതാണ്. പോലീസിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടും ഇത് പരിപാലിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ആര് എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ആളില്ല എന്നൊരു സ്ഥിതിയാണ്. അതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല. കേരള പോലീസ് ഈ നിലയിലാക്കിയതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് 4 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടൊന്നും ഒരു കാര്യമില്ല ജയ് സാർ. ഈ 4 പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കണം. ഇതൊരു മാതൃകയാകണം. നാളെ ഒരു പോലീസുകാരന് ഒരു പാവപ്പെട്ടവൻ്റെ ശരീരത്ത് ഇതുപോലെ അടിച്ച് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്ന ഒരു നടപടിയും ഉണ്ടാകാൻ പാടില്ല. വാസ്തവത്തിൽ ഞങ്ങളൊക്കെ ഇതിപ്പോൾ കണ്ടപ്പോഴല്ലേ നമ്മളതിൻ്റെ ഭീകരത മനസ്സിലാക്കുന്നത്. ഈ കുട്ടിയെ അധികം പ്രായമില്ലാത്ത ഈ കൊച്ചി കുട്ടിയെ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ സുജിത്തിനെ എത്ര പോലീസുകാർ ചേർന്നാണ് മർദ്ദിക്കുന്നത്? എത്ര പേരാണ് ഈ കുട്ടിയെ ഇടിക്കുന്നത്? ഇതിപ്പോൾ ഇത് പുറത്തു വന്നുകൊണ്ടല്ലേ. കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണോ? പിണറായി വിജയൻ പോലീസ് സ്റ്റേഷനുകളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാക്കി മാറ്റുകയാണോ? അവിടെയാണ് പ്രശ്നം. മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്, DGP അല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പോലീസ് സംവിധാനത്തിൻ്റെ പരാജയത്തിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രിക്കാണ് ഉത്തരവാദിത്വം. ഈ 4 പേരെ ഉടനടി സർവീസിൽ നിന്ന് നീക്കം ചെയ്യണം, നടപടി സ്വീകരിക്കണം. അതിന് സ്വീകരിക്കാൻ കഴിയും, മുഖ്യമന്ത്രിക്ക് സ്വീകരിക്കാൻ കഴിയും. എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? ഇത്രയും വലിയൊരു സംഭവം പുറത്തു വന്നിട്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? അപ്പോൾ ഇതെല്ലാം ഈ മൗനം തന്നെ ഇതുപോലെയുള്ള അക്രമങ്ങൾ ഇനിയും നാട്ടിൽ ഉണ്ടാകാനുള്ള പ്രേരണയാണ് നൽകുന്നത് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. കേരളത്തിലെ എല്ലാ പോലീസുകാരും ഇതുപോലാണെന്ന് ഞാൻ പറയുന്നില്ല, ഒരിക്കലും പറയുന്നില്ല. പക്ഷേ സുജിത്ത് എന്ന ചെറുപ്പക്കാരനെ പോലീസ് അതിക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കിയ സംഭവത്തിലാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഇക്കാര്യത്തിൽ DGP അല്ല, മുഖ്യമന്ത്രി തന്നെയാണ് വിശദീകരണം നൽകേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് എന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടത്.